വചനഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം സ്തോത്രം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. ആമേൻ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അടുത്ത അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. സ്തോത്രം. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേര് ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്ന നിലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അവർ കണ്ടത് എന്താ? ആമേൻ. അവർ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ശബ്ദം അവരെന്ത് ചെയ്തു? ഒരു ശബ്ദം കേൾക്കുകയാണ്. രണ്ടാമത് അവർ കാണുകയാണ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. രണ്ടാമതൊരു കാഴ്ച. ഇത് രണ്ടും ആമേൻ അവർ കണ്ടും കേട്ടുമിരിക്കുമ്പോൾ ഇന്ന് പകൽ ഈ കാണപ്പെടാത്ത മണ്ഡലത്തിൽ, ഇത് കാണുന്ന ദൃശ്യമായ നിലകളിൽ ഈ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കാണപ്പെടാത്തൊരു മണ്ഡലത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുക, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു വലിയ മുഴക്കമുണ്ടായി. എന്തിനാ ഈ മുഴക്കം? എന്താ ഈ ശബ്ദം? ഇത്രയും വലിയ ശബ്ദമുണ്ടാകണമെങ്കിൽ എന്തോ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശബ്ദത്തിൻ്റെ പുറകിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. എന്താ ആ ദൈവപ്രവൃത്തി? ആ ദൈവപ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നിയമം മാറി ഒരു പുതിയ നിയമം വെളിപ്പെടാൻ പോവുകയാണ്. നിലവിലുണ്ടായിരുന്ന ഒരു സിസ്റ്റം ആമേൻ ദൈവം മാറ്റിയിട്ട് വേറൊരു സിസ്റ്റം ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ. ഇതുവരെ ഉണ്ടായിരുന്നത് ന്യായപ്രമാണമാണെങ്കിൽ ആ ന്യായപ്രമാണത്തെ മാറ്റിയിട്ട് ഒരു പുതിയ നിയമം ആമേൻ ലോകത്തിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ മനസ്സിലാക്കണം, പെന്തക്കോസ്ത് നാളിൽ എന്താ സംഭവിച്ചത്, നമ്മുടെ ലൈഫിൽ എന്താ സംഭവിച്ചത്. അവിടെ വലിയ ശബ്ദമുണ്ടായി, പിളർക്കപ്പെട്ട നാവുകൾ പ്രത്യക്ഷമായി. ഇതിൻ്റെ പിന്നിൽ നടന്നതെന്താ? ഇതിൻ്റെ പിന്നിൽ നടന്നത് അതുവരെ ഉണ്ടായിരുന്ന ഒരു ന്യായപ്രമാണത്തിന് നീക്കം വന്നിട്ട് പുതിയൊരു നിയമം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, നമ്മൾ ന്യായപ്രമാണത്തെ ഒഴിവാക്കി കിട്ടിയവരാണ്. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമത്തിലുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? ന്യായപ്രമാണത്തിനകത്ത് ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെട്ടത് യഹോവയായ ദൈവം. ആരാ വെളിപ്പെട്ടത്? യഹോവയായ ദൈവം. ആമേൻ. സ്തോത്രം. ആമേൻ. ഇവിടെ പരിശുദ്ധാത്മാവ് ഈ മുഴക്കത്തിൻ്റെ പിന്നിൽ യഹോവയായ ദൈവം എന്ന നാമത്തിന് ചേഞ്ച് വരികയാണ്. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം തീഷ്ണതയുള്ളവൻ. ഹല്ലേലൂയ. അപ്പോൾ തീഷ്ണതയുള്ള ദൈവം അവിടെ ചേഞ്ച് ആവുക. ആരാകുക? അവൻ പിതാവായ ദൈവമായിട്ട് മാറുകയാണ്. യഹോവ എന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. ആ ദൈവം പറയുക, ഞാൻ നിൽക്കുന്ന പർവ്വതമാകട്ടെ, ഞാൻ ഇറങ്ങി വരുന്ന ഇടത്തൊന്നും അവൻ ഒരു മനുഷ്യനാകട്ടെ മൃഗമായ അടുത്തു വരരുത്, എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ നിൽക്കുന്ന പർവ്വതത്തിൽ ആരെങ്കിലും തൊട്ടാൽ അവനെ കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം. പക്ഷെ ഇവിടെ വെളിപ്പെടാൻ പോകുന്ന അവൻ പിതാവായ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ അവന്റെ അടുക്കൽ വരുന്നവൻ അവൻ മരണമല്ല, അവനിൽ ജീവൻ വെളിപ്പെടും. ഒരു പുത്രന്റെ രാജ്യം വെളിപ്പെടാൻ പോവുകയാ. ഈ മുഴക്കത്തിന്റെ പിന്നിൽ ഒരു ദൈവരാജ്യം ഭൂമിയിലോട്ട് ഇറങ്ങി വരാൻ പോവുകയാ.
പക്ഷെ ആ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അവിടെ യഹോവയല്ല ഉള്ളത്, അവിടെ പിതാവായ ദൈവം. ആ പിതാവായ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? അവൻ സ്നേഹസ്വരൂപനായ ദൈവം, മനസ്സലിവുള്ള ദൈവം, ആമേൻ സ്തോത്രം, ദയ കാണിക്കുന്ന ദൈവം. ഈ മുഴക്കത്തിന്റെ പിന്നിലൊരു ശബ്ദം കേൾക്കാം. ഒരു മഹാദയുള്ള ദൈവം വെളിപ്പെടുകയാ, കരുണയുള്ളവൻ വെളിപ്പെടുകയാ, സ്നേഹമുള്ളവൻ വെളിപ്പെടുകയാ. ന്യായപ്രമാണത്തിനകത്തു കരുണയില്ലാതെ ദൈവം വെളിപ്പെട്ടെങ്കിൽ ഈ മുഴക്കത്തിന്റെ പിന്നിൽ ഒരു കരുണയുടെ ദൈവം വെളിപ്പെടുകയാ. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഏലിയാവെന്ന പ്രവാചകൻ ആമേൻ സ്തോത്രം അരാം രാജാവിന്റെ സൈന്യത്തെ നോക്കിയിട്ട് പറയാ, ആമേൻ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി, ആമേൻ 51 പേരും ആമേൻ അഗ്നിക്കിരയാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ 51 പേരും തീക്കിരയായി. പിന്നെ ഒരു 51 പേരെ കൂടെ അയച്ചു, അവരെയും തീ ആമേൻ ദഹിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ സ്തോത്രം. ആ പോയ ആമേൻ പട്ടാളക്കാരിൽ നമ്മളെ കുടുംബത്തിലുള്ള ഒരാൾ അതിനകത്ത് അംഗമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ അതിനകത്ത് അംഗമാണ്, ഇല്ലെങ്കിൽ എൻ്റെ മകൻ അതിനകത്ത് അംഗമാണ്. അവൻ തീക്കരയായാൽ അവൻ എനിക്ക് സന്തോഷം വരുമോ? അപ്പം 101 കുടുംബത്തിനകത്ത് നിലവിളി ഉയർന്നു, എന്നിട്ട് ദൈവം കരുണ കാണിച്ചില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം അവൻ ഈ മുഴക്കത്തിന്റെ പിന്നിൽ ഒരുവൻ ഇറങ്ങി വരികയാ. അവന്റെ പേരാ സമാധാനത്തിന്റെ പ്രഭു. ആമേ കണ്ണുനീരൊപ്പുന്നവൻ, ആമേ സ്തോത്രം ദയ കാണിക്കുന്നവൻ. ഹല്ലേലൂയ. ഈ രണ്ടാമത് ഇറങ്ങി വരുന്ന ഈ മുഴക്കത്തിന്റെ പിന്നിൽ ഒരു ദൈവരാജ്യം ഇറങ്ങി വരികയാ. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ഭയപ്പെടാൻ ഒരുവൻ മാത്രമേ യോഗ്യനുള്ളൂ, അത് നമ്മുടെ കർത്താവാ. നമ്മളെ പ്രാണനെ ആമേ സ്തോത്രം നരകത്തിലിടാനും സ്വർഗത്തിൽ കൊണ്ടുപോകാനും ആമേ കഴിവുള്ളവനെ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഭയപ്പെടണം. പിശാചിനെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, ശത്രുവിനെ അല്ല ഭയപ്പെടേണ്ടത്. അവൻ കെട്ടി ഉയർത്തി വെച്ചിരിക്കുന്ന മതിൽ കണ്ടിട്ടല്ല ഇന്ന് പകൽക്കാലം ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടണം. ആമേൻ. യെരികോ മതിൽ എത്ര ഉയർത്തി കെട്ടി വെച്ചാലും മതിലിന്റെ വലിപ്പം കണ്ടിട്ടല്ല ആമേൻ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഇതിനെ തകർക്കുന്ന ദൈവത്തെ കണ്ട് സ്തുതിക്കണം. ഇതിനെ സമഭൂമിയാക്കുന്ന നമ്മുടെ കർത്താവിനെ കണ്ടു വേണം സ്തോത്രം ചെയ്യാൻ. അങ്ങനെ ദൈവത്തെ കണ്ട് നമ്മൾ സ്തോത്രം പറയാൻ തുടങ്ങിയാൽ ഒരു ശത്രുവിനും നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിയമം മാറുകയാ, ദൈവരാജ്യം ഇറങ്ങി വരികയാ. സ്തോത്രം. ന്യായപ്രമാണത്തിനകത്ത് ദൈവത്തെ തൊട്ടാൽ, ദൈവത്തെ കണ്ടാൽ മരിക്കണം. പക്ഷേ പുത്രന്റെ രാജ്യത്തിനകത്ത് അവനെ തൊടുന്നവൻ ജീവിക്കും. മരണത്തിന് നിൽക്കുവാൻ കഴിയാത്ത ഒരു പ്രമാണം ന്യായപ്രമാണത്തിനകത്ത് സകലരെയും അശുദ്ധനെന്ന് പറഞ്ഞ് പാളയത്തിന് പുറത്താക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരുവൻ ഹല്ലേലൂയ ഈ ദൈവരാജ്യത്തിനകത്ത് ഒരുവനുണ്ട്. അവൻ പറയുന്നത് ആമേൻ നമ്മളെ അശുദ്ധനെന്നുകയല്ല, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന ഒരു ന്യായപ്രമാണം. ന്യായപ്രമാണത്തിനകത്ത് ഒരുവൻ അശുദ്ധനായാൽ അവനെ പാളയത്തിന് പുറത്താക്കണം, വീട്ടിൽ കയറാൻ പറ്റുകയില്ല. പക്ഷേ ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പുതിയൊരു ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം ഇറങ്ങി വരുന്നതിൻ്റെ ശബ്ദമാ കേട്ട്. എന്താ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത? അത് ആമേൻ അശുദ്ധനെ വിശുദ്ധനാക്കി മാറ്റും. കുഷ്ഠരോഗിയെ യേശു തൊട്ടിട്ട് യേശു അശുദ്ധനായില്ല. ആമേൻ ഹല്ലേലൂയ. അശുദ്ധൻ ഹല്ലേലൂയ വിശുദ്ധനായി മാറി. ഇന്ന് പകൽക്കാലം അശുദ്ധനെ വിശുദ്ധനാക്കി മാറ്റുന്ന ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം ആമേൻ ഭൂമിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ലോകം ഇന്ന് വരെ കേൾക്കാത്ത ഒരു വലിയ മുഴക്കം, വലിയൊരു ശബ്ദം കേട്ടു. നമ്മൾ കണ്ടത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ദൈവരാജ്യം ഇറങ്ങി വരികയാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വേഗത്തിൽ ആമേൻ സ്തോത്രം ആ ദൈവരാജ്യത്തിനകത്ത് വസിക്കുന്ന ഒരു കൂട്ടം ജനം, ആ ദൈവരാജ്യത്തിനകത്ത് ഒരു രാജാവുണ്ട്. ആ ദൈവരാജ്യത്തിനകത്തുള്ള ഒരു കൂട്ടം ജനവും അതിനകത്ത് വസിക്കുന്ന ഒരു രാജാവും. ഇന്ന് പകൽ ഹല്ലേലൂയ ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാം. ആമേൻ. വചനം പറഞ്ഞു യെഹെസ്കേൽ പ്രവചനം ആമേൻ 37-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യെഹെസ്കേൽ പ്രവാചകൻ കാണുന്ന ഒരു വെളിപ്പാടുണ്ട്. എന്താ ആമേൻ? യെഹെസ്കേൽ പ്രവാചകൻ നിൽക്കുമ്പോൾ അവിടെ വചനം പറഞ്ഞു യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. യഹോവയുടെ ആത്മാവിൽ എന്നെ
പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ന് പകൽക്കാലം എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് യെഹെസ്കേൽ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ വന്നു. അവനെ കൊണ്ടുവന്ന് ഒരു അസ്ഥിയുടെ താഴ്വരയിൽ അവനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടുവന്നിട്ട് യെഹെസ്കേലിനോട് പറഞ്ഞു, യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. യെഹെസ്കേൽ പറഞ്ഞു, ദൈവമേ, അറിയില്ല. സ്തോത്രം. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ അസ്ഥികളെന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുള്ളത്. ആമേൻ, സ്തോത്രം, ഞാൻ പല മെസ്സേജുകൾ ഇത് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ മരിച്ചുപോയവരുടെ അസ്ഥികൾ കൂട്ടിയിട്ടിരുന്നെന്ന്. അങ്ങനെ ഒന്നും അല്ല. ആ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ അസ്ഥികൾ ഏതാ? പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. അപ്പൊ ഈ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾ ആരാ? ഇസ്രായേൽ ഗൃഹം, ഇസ്രായേൽ മക്കൾ. അവർ അസ്ഥിയാകാൻ കാരണം എന്താ? ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി. അവര് പറയാ, 3 കൂട്ടം ജനത്തെ അവിടെ കാണുകയാ. ഒരു കൂട്ടം ജനം പറയാ, ഞങ്ങളുടെ അസ്ഥികൾ എന്ത് ചെയ്തിരിക്കുക? ഉണങ്ങി. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. അപ്പൊ 3 കൂട്ടം ജനമാണ് അവിടെ ഉള്ളത്. 3 കൂട്ടം അസ്ഥികളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ പ്രവാചകനെ അസ്ഥിയുടെ താഴ്വരയിൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗൃഹത്തിൽ കൊണ്ടുവന്ന് അവൻ നിർത്തിയിട്ട് പറയുക, ഈ ജനത്തെ നോക്കി നീ പ്രവചിക്കണം. എങ്ങനെയുള്ള ജനമാണ് അവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? 3 കൂട്ടം ജനമാണ്. ഒന്ന്, ആമേൻ, സ്തോത്രം, ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ. അവർ പറയുക, ഞങ്ങൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. ഒരു ഇനി പച്ച പിടിക്കാൻ രക്ഷ ഇല്ല. അടുത്ത 2-ാമത്തെ കൂട്ടർ പറയാ, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? 3-ാമത്തെ കൂട്ടർ പറയാ, ഞങ്ങൾ ഏറ്റവും മുടിഞ്ഞിരിക്കുന്നു. ദൈവം പറഞ്ഞു, ഈ ജനത്തെ നോക്കി നീ എന്ത് ചെയ്യണം? പ്രവചിക്കണം. യെഹെസ്കേൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. യെഹെസ്കേൽ കാണുന്നത് ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു കൂട്ടം ഇസ്രായേൽ. പക്ഷെ ഇന്ന് പകൽ ദൈവം അവന് കാണിച്ചു കൊടുക്കുന്ന വേറൊരു വെളിപ്പാട്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമോ? അബ്രഹാം ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കി. പക്ഷെ നക്ഷത്ര മണ്ഡലങ്ങൾക്കപ്പുറം ഒരു വെളിപ്പാട്. ഇന്ന് പകൽ ദൈവകുഞ്ഞ്, നീ കാണുന്നതല്ല, നിനക്ക് വേണ്ടി ദൈവം ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആ വെളിപ്പാടിനകത്തോട്ട് ഇന്ന് പകൽ നിങ്ങൾ കയറിയാൽ നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ജീവിതം മാറും, ദൈവവുമായിട്ടുള്ള ബന്ധം ഇന്ന് പകൽക്കാലം മാറും. ഹല്ലേലൂയ. പിശാച് നിങ്ങളെ നോക്കി പ്രവചിച്ചു വച്ചിരിക്കുന്നതല്ല. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു മുൻനിർണയമുണ്ട്. ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പ്രവചനമുണ്ട്. ഇന്ന് പകൽ പിശാചിന്റെ പ്രവചനം പൊളിയണം, ദൈവത്തിന്റെ പ്രവചനം നമ്മുടെ മേൽ നിറവേറണം. ആമേൻ. അബ്രഹാം നോക്കിയപ്പോൾ സ്തോത്രം, ആകാശമണ്ഡലങ്ങൾക്കപ്പുറം, നക്ഷത്രമണ്ഡലങ്ങൾക്കപ്പുറം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം കണ്ടു. ഇന്ന് പകൽ ഈ കാണുന്ന മണ്ഡലമല്ല, കാണപ്പെടാത്തൊരു മണ്ഡലത്തിൽ ദൈവകുഞ്ഞ് നിനക്ക് വേണ്ടി കരുതി വെച്ചത്, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഇന്ന് പകൽ നീ കണ്ട നിന്റെ നിരാശയ്ക്ക്, നിന്റെ ദുഃഖത്തിന്, നിന്റെ ഹല്ലേലൂയ ആമേൻ വേദനകൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ചിലത് ഓടി പറയും, ചിലത് തകർന്നു മാറും. ഇന്ന് പകൽ ആത്മാവ് യെഹെസ്കേലിനോട് പറയാ, യെഹെസ്കേലേ, തകർന്ന ഒരു കൂട്ടം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തകരാത്തൊരു കൂട്ടത്തെ നീ കാണാൻ പോവുകയാ. തകർന്നൊരു കൂട്ടം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രത്യാശയില്ലാത്തവർ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഉണങ്ങിയവർ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, മുടിഞ്ഞവർ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇതിലും ഉൾപ്പെടാത്ത ഒരു തലമുറയെ നീ കാണാൻ പോവുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവജനം പറയണം, അടുത്തൊരു തലത്തിലേക്ക് എന്റെ വെളിപ്പാടിന്റെ വാതിലുകൾ, എന്റെ കാഴ്ചപ്പാടുകൾ, എന്റെ ചിന്താഗതികൾ ഇന്ന് ഇരുന്നത് പോലെയല്ല, അടുത്തൊരു തലത്തിലേക്ക്
പകൽ നമ്മുടെ റെവലേഷൻ അടുത്തൊരു തലത്തിലേക്ക് മാറിയാൽ പിശാച് വെച്ചിരിക്കുന്ന സകല പദ്ധതികളും ദൈവകുഞ്ഞ് നിനക്ക് വിരോധമായി വെച്ചിരിക്കുന്നത് ഇന്ന് പകലത് പൊളിയും. ഇന്ന് പകലത് പൊളിയും. അവൻ എഴുതി വെച്ചതല്ല, ഒരു പ്രവചന ശബ്ദം ദൈവകുഞ്ഞ് നിന്റെ തലയ്ക്ക് മീതെ കിടപ്പുണ്ട്. ഇന്ന് പകൽ അത് നിന്റെ തലമേൽ ഇറങ്ങി വരും. നിന്റെ ലൈഫിൽ അത് ഇറങ്ങി വരും. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചിക്കാൻ ആമേൻ ആത്മാവ് അവനെ നിയോഗിച്ചു. ആത്മാവ് അവന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ ഒറ്റ പ്രവചനം പ്രവചിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ യെഹെസ്കേൽ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ ദൈവം 6 കാര്യങ്ങൾ ദൈവം ചെയ്തു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇതുവരെ കാണാത്തൊരു വെളിപ്പാട്, ഇതുവരെ കാണാത്ത ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അസ്ഥിയും മാംസവും ഞരമ്പും തോക്കുമുള്ള ആമേൻ സ്തോത്രം ഇസ്രായേലിനെ നോക്കി പ്രവചിച്ചപ്പോൾ ഇതാ ആമേൻ ഹല്ലേലൂയ യെഹെസ്കേൽ കാണുന്ന ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. 7-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഇവിടെയും യെഹെസ്കേൽ പറയുക, ഒരു വലിയ മുഴക്കമുണ്ടായി. മർക്കോസിന്റെ മാളികയിൽ വലിയൊരു മുഴക്കമുണ്ടായി. ഇതിന്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു മുഴക്കം കേൾക്കുന്നുണ്ടോ? ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും മുഴക്കം കേൾക്കുന്നുണ്ടോ? ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ജനത്തിന്റെ മേൽ അവൻ യെഹെസ്കേൽ നോക്കുകയാ. അവൻ ഈ ജനത്തിന്റെ മേൽ ഞരമ്പ് വന്നു ആമേൻ സ്തോത്രം വരുന്നു. അടുത്ത മാംസം വരുന്നു, ത്വക്ക് വരുന്നു. ഒരു സൈന്യം അങ്ങനെ നിൽക്കുക. ഒരു കൂട്ടം ഇസ്രായേൽ മക്കൾ നിൽക്കുമ്പോൾ യെഹെസ്കേൽ കാണുകയാ, ഇതാ ഞരമ്പുകൾ ഇറങ്ങി വരുന്നു. അടുത്ത ആ ഞരമ്പുകളിൽ മാംസം വെളിപ്പെട്ടു വരുന്നു. അടുത്ത് ത്വക്ക് അതിനെ പൊതിയുന്നു. ആമേൻ സ്തോത്രം. അടുത്ത് കാണുകയാ അവൻ അതിന് ശ്വാസമില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവം ആമേൻ കർത്താവ് പറഞ്ഞു, നീ 4 ദിക്കുകളെ നോക്കി നീ പ്രവചിക്കണം. ആമേൻ കാറ്റ് വരാൻ, ആമേൻ ശ്വാസം വരാൻ പോകുക. സ്തോത്രം. ആമേൻ യെഹെസ്കേൽ പ്രവചിക്കുമ്പോൾ ശ്വാസം വന്നു. ഹല്ലേലൂയ. യെഹെസ്കേൽ 36-26 വാക്യത്തിൽ ആമേൻ ദൈവം ഒരു പ്രോമിസ് ചെയ്യുക, ഞാൻ ഈ ജനത്തിന് പുതിയൊരു ഹൃദയം തരും. ആമേൻ തരും. കല്ലായുള്ള ഹൃദയത്തെ എന്ത് ചെയ്യും? എടുത്തു മാറ്റി മാംസമുള്ള ഹൃദയത്തെ നിങ്ങൾക്ക് തരും. ആമേൻ നിങ്ങൾക്ക് തരും. അടുത്ത ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ തകർന്നു മുടിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ജനം. യെഹെസ്കേൽ ഈ ജനത്തെ നോക്കിയാ പ്രവചിക്കാൻ പറഞ്ഞേ. പക്ഷെ യെഹെസ്കേൽ കാണുകയാ, ആമേൻ ഈ ജനത്തെ തൊടാത്ത വേറൊരു ജനം. ആ ജനത്തിൻ്റെ മേൽ ഞരമ്പ് വരുന്നു, മാംസം വരുന്നു, ത്വക്ക് വരുന്നു, ശ്വാസം വരുന്നു, പുതിയ ഹൃദയം വരുന്നു. ആമേൻ ഹല്ലേലൂയ. ഇതുവരെ ആമേൻ ന്യായപ്രമാണത്തിനകത്ത് എല്ലാവരുടെ ശരീരത്തിൽ ആത്മാവ് വന്നു. ഇതാ ഉള്ളിൽ ഹൃദയത്തിൽ ആത്മാവ് വരുന്ന ഒരു തലമുറയെ യെഹെസ്കേൽ കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാൻറ്റി. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ആമേൻ. ഏറ്റവും വലിയൊരു സൈന്യം. ഒരു ഭാഗത്ത് തകർന്നൊരു കൂട്ടം നിൽക്കുമ്പോൾ മറുഭാഗത്ത് ആത്മാവുള്ളിൽ വഹിക്കുന്ന ഒരു തലമുറ. ആത്മാവ് ശരീരത്തിൽ വഹിക്കുന്നവരല്ല. ആമേൻ. ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ, അതാരാ? ആ സൈന്യമാരാ? സ്തോത്രം. ആ സൈന്യമാരാ? ആത്മാവിനെ ഉള്ളിൽ വഹിച്ച സൈന്യം ഏതാ? ഹല്ലേലൂയ. അതാണ് പുതിയ ദൈവസഭ. യെഹെസ്കേലിന്റെ പ്രവചനത്തിനകത്ത് ഹല്ലേലൂയ വെറുതെ അല്ല അവിടെ ഒരു വലിയ മുഴക്കമുണ്ടായത്. ഈ മുഴക്കത്തിനകത്തൊരു സൈന്യം ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽക്കാലം ഈ മുഴക്കത്തിനകത്ത് ഒരു സൈന്യം ഇറങ്ങി വരികയാ.
ഹല്ലേലൂയ. ഇന്ന് പകൽ ആ സൈന്യത്തിനകത്ത് ആമേൻ ദൈവകുഞ്ഞ നീയും അതിനകത്തുണ്ടെങ്കിൽ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ വചനഭാഗം വായിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തിനാ പുതിയ ഞരമ്പ് വെച്ചത്? പുതിയ ഞരമ്പ് എന്തിനാ? പുതിയ മാംസം എന്തിനാ? പുതിയ തൊക്ക് എന്തിനാ? പുതിയ ശ്വാസം എന്തിനാ? ആത്മാവിനെ ഉള്ളിലാക്കിയത് എന്തിനാ? പുതിയ ഹൃദയം തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു. ആമേൻ. എന്നോട് ആമേൻ വാക്കും ഭാഷണം കൂടാതെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ഞാൻ പുതിയ ഞരമ്പ് വെച്ചതിനൊരു കാരണമുണ്ട്. ഈ ഞരമ്പിൽ ഓടുന്നത് സാധാരണ രക്തമല്ല, ന്യായപ്രമാണത്തിൻ്റെ രക്തമല്ല, ഇത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഇത് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ഈ സഭയുടെ ഞരമ്പിൽ ഓടുന്ന കാൽവറി ക്രൂശിലെ രക്തമാണ്. എന്താ കർത്താവേ കാൽവറി ക്രൂശിലെ രക്തത്തിന്റെ പ്രത്യേകത? ഈ കാൽവറി ക്രൂശിലെ രക്തത്തിന്റെ പ്രത്യേകത, ആമേൻ, സ്തോത്രം, ഇത് ഹീറ്റാവുന്ന രക്തമല്ല. ഇത് ആമേൻ എല്ലാ സമയം കൂളായിരിക്കും. ഒരു ചെകിടത്ത് അടിച്ചാൽ പുതിയ നിയമസഭയാ. ന്യായപ്രമാണത്തിനകത്താണെങ്കിലോ ഒരു ചെകിടത്ത് അടിച്ചാൽ, ഹലോ, നിങ്ങൾ പഴയ നിയമം വായിക്കാത്തവരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല. സ്തോത്രം. ഒറ്റയടിയിൽ ഒരുവന്റെ പല്ലിളകിയാൽ അടുത്തെന്ത് ചെയ്യണം? പിന്നെ ഇവന്റെ രക്തം അങ്ങ് തിളയ്ക്കും. തിളച്ചിട്ട് അവന്റെ പല്ല് അതുപോലെ എന്ത് ചെയ്യണം? ഇന്ന് പകൽ ദൈവരാജ്യത്തിൽ കയറിക്കൊള്ളണം. ന്യായപ്രമാണത്തിനകത്ത് പകരത്തിന് പകരം ഇതിനകത്ത് ഈ ദൈവരാജ്യത്തിനകത്ത് പകരത്തിന് പകരമില്ല. ഈ രക്തം ഹീറ്റാവില്ല. എന്ത് പറഞ്ഞാലും കൂളായിട്ട് നിൽക്കും. എന്ത് പ്രശ്നം വന്നാലും രക്തം ഹീറ്റായിട്ട് വീപ്പി കൂടത്തില്ല. ഇത് കൂളായിട്ട് നിൽക്കും. സ്തോത്രം, സ്തോത്രം. പുതിയ ഞരമ്പ്. അടുത്ത് പറഞ്ഞു പുതിയ മാംസം. എന്താ ഈ മാംസത്തിൻ്റെ പ്രത്യേകത? ന്യായപ്രമാണം കൊടുത്തത് സ്തോത്രം എവിടെയാണ് ന്യായപ്രമാണം കൊടുത്തത്? ന്യായപ്രമാണം എവിടെയാണ് അനുസരിക്കുന്നത്? ന്യായപ്രമാണം എങ്ങനെ അനുസരിക്കുന്നത്? ന്യായപ്രമാണം ജഡത്തിലാണ് അനുസരിക്കുന്നത്. ന്യായപ്രമാണം ജഡത്തിനാണ് കൊടുത്തത്. സ്തോത്രം, ആമേൻ. കർത്താവ് പറഞ്ഞു, ഇനി ഈ ദൈവരാജ്യത്തിൽ ജഡമില്ല. പുതിയ യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം ജഡത്തിലല്ല, പിന്നെ എവിടെയാ? സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് എന്തില്ല? പാസ്റ്ററെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കും. ഞങ്ങൾ ആരാന്നറിയാമോ? സ്തോത്രം. ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കണ്ട പാസ്റ്റർ തന്നെ പറയും. ആമേൻ, സ്തോത്രം. ആമേൻ. പുതിയ നിയമ പ്രമാണം എവിടെയാണ് കൊടുത്തേ? ജഡത്തിലല്ല, പിന്നെ സ്തോത്രം. പുതിയ നിയമത്തിൽ ജഡമില്ല, പിന്നെ എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ മന്ദിരം. നമുക്ക് ജഡമില്ല. നമ്മളെ ജഡം എന്താ? പുതിയ നിയമത്തിൽ എന്തായി മാറി? ദൈവത്തിൻ്റെ മന്ദിരം. വചനം പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ പുതിയ നിയമത്തിനകത്ത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമുക്ക് പ്രമാണം തന്നത് ജഡത്തിലല്ല, നമുക്ക് പ്രമാണം തന്ന ആത്മാവില. അതുകൊണ്ട് വചനം പറഞ്ഞ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, ഹല്ലേലൂയ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കയില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ മുഴക്കത്തിന്റെ പിന്നിൽ ഇതൊക്കെ സംഭവിച്ച് നമ്മൾ വല്ല അറിഞ്ഞോ? ജഡത്തിൽ ജീവിച്ചാൽ ജഡത്തിൽ ജീവിക്കുന്ന ഭയങ്കര പ്രശ്നമാണ്. ജഡത്തിലാണ് വാശി, വിട്ടുവീഴ്ച. നമ്മളെ നമ്മളൊരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു, പോട്ടെ എന്ന് പറയാൻ കഴിയാത്ത നമ്മൾ ജഡത്തിലായതുകൊണ്ട്. പക്ഷെ ജഡമില്ലെങ്കിൽ നമ്മളെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിലോ? കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എത്ര വട്ടം ക്ഷമിക്കണം? അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? 70 വട്ടം. വീട്ടിൽ വന്ന് ഗുണിച്ചും കരിച്ചും നോക്കിയിട്ട് എൻ്റെ സംഖ്യ പിടിക്കാൻ പറ്റില്ല.
സ്തോത്രം. നമ്മൾ ഒരു വട്ടം ക്ഷമിക്കും, 2 വട്ടം ക്ഷമിക്കും, 3-ാം വട്ടം നമ്മളെ പഴയ ആളെന്ത് ചെയ്യും? നമ്മൾ ജഡത്തിലല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ പരാജയം എന്താണെന്നറിയാമോ? നമ്മൾ ജഡത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാണ്. അപ്പോൾ ചോദിക്കും, പാസ്റ്റർ എങ്ങനെ ജഡത്തെ വിട്ട് ആത്മാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റും? ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ഫോൺ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എടുത്ത് കാർട്ടൂൺ കാണണ്ടെന്നോ? പിന്നെ മോനെ അതെന്ത് ചെയ്യരുത്, എടുക്കരുത്. ഞാൻ റയാനോട് എപ്പോഴും പറയും, ഫോൺ എടുത്താൽ പറയും നോ. ഇങ്ങനെ പറഞ്ഞാൽ അവനപ്പോൾ ഒന്ന് നോക്കും, അവൻ്റെ മുഖഭാവം മാറും, പിന്നെ കരയണമെങ്കിൽ കരയും, തൊടില്ല. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടല്ല, പലവട്ടം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഒരു കാര്യത്തിൽ അവൻ എടുക്കാൻ പോയി നോ എന്ന് പറഞ്ഞാൽ അവൻ സ്റ്റോപ്പാവും. ഇതുപോലെ നമ്മളെ ശരീരത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തെ പറഞ്ഞ ഇത് ജഡമല്ല, ഇത് ഉയർന്നു വന്നാൽ ആത്മാവിനാൽ പറയണം ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. അവൻ ജഡമെന്ന് നിനക്ക് ഇതിനകത്ത് ഉയരാൻ പറ്റത്തില്ല. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈ പെന്തക്കോസ്തിൻ്റെ പിന്നിൽ ഒരു ചരിത്രം മാറി. നമ്മളെല്ലാവരും ദൈവം തൻ്റെ മക്കളാക്കി. അന്യരും പരദേശികൾ, ഒത്തിരി കാര്യം പറയാനുണ്ട്. നമ്മളെ അന്യരും പരദേശികളുമായി നമ്മളെ ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി മാറ്റി. ആമേൻ സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനം 9:6-7 വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ആമേൻ. ഈ ദൈവരാജ്യത്തിൽ ഒരു രാജാവുണ്ട്, അവന്റെ പേരാണ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, സമാധാനത്തിന്റെ പ്രഭു. അപ്പൊ ഈ ദൈവരാജ്യത്തിൽ നമ്മൾ പാർക്കുമ്പോൾ നമ്മുടെ രാജാവിന്റെ പേരാണ് അത്ഭുത മന്ത്രി. ഇന്ന് പകൽക്കാലം അവൻ അസാധ്യമായതൊന്നുമില്ല. സ്തോത്രം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചാണ്ടി. അവന്റെ ആധിപത്യത്തിന്റെ വർധനവിനും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ആമേൻ. അവസാനമില്ലാത്ത, അന്ത്യമില്ലാത്ത ഒരാധിപത്യത്തിനകത്താണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ആമേൻ. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ആമേൻ. അവൻ്റെ ആധിപത്യത്തിനും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദൈവത്തിൻ്റെ സമാധാനത്തിന് എന്തില്ല? ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തന്ന സമാധാനത്തിന് എന്തില്ലെന്ന്? അവസാനമില്ല. ആമേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോന്നു. ലോകം തരുന്നത് പോലെയല്ല, ആമേൻ, തരുന്നത് പോലെയല്ല. ആമേൻ. എൻ്റെ സമാധാനം, ആമേൻ സ്തോത്രം. ദൈവം നമുക്ക്, അവൻ്റെ പേര് സമാധാനത്തിൻ്റെ പ്രഭു എന്ന. എന്താ സമാധാനം? ഒറ്റ വാക്ക് ഞാൻ പറയാം. എന്താണ് സമാധാനം? സമാധാനം. അതാണോ സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം എന്ന് പറഞ്ഞാൽ? ശാലിം ബ്രദർ, സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് പകൽ സമാധാനം എന്ന് പറഞ്ഞാൽ, ഞാനൊരു വിഷയത്തിനകത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മറുപടി വരുന്നതാണ്. എൻ്റെ മറുപടിയുടെ പേരാണ് സമാധാനം. എനിക്കിപ്പോൾ 1,00,000 രൂപയുടെ അത്യാവശ്യമുണ്ടെന്ന് ആരാധന കഴിയുമ്പോൾ എല്ലാവരും വന്നിട്ട് പറയണേ, പാസ്റ്റർ സമാധാനം, പാസ്റ്റർ പേടിക്കണ്ട, സമാധാനം എന്ന് പറഞ്ഞാൽ ശരിയാവോ? സ്റ്റാലിൻ ബ്രദർ, ശരിയാവോ? ശരിയാകുകയല്ല. പിന്നെ സമാധാനം വരണമെങ്കിൽ എന്ത് വേണം?
എനിക്ക് 1,00,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്തുണ്ടാകും? സമാധാനം. കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു വരുമെന്ന്. അങ്ങനെ ഒരാധിപത്യത്തിൻ്റെ കീഴിൽ ഇന്ന് പകൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അങ്ങനെ ഒരു ദൈവകൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ. സ്റ്റാലിൻ ബ്രദർ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഇന്ന് പകൽ ആമേൻ, സ്തോത്രം. കർത്താവേ, ഈ പെന്തക്കോസ്ത് നാളിൽ കർത്താവേ, ആമേൻ, ഞങ്ങൾ കേട്ട ശബ്ദം ഞങ്ങളുടെ മേൽ, ആമേൻ, ആദ്യ നൂറ്റാണ്ടിൽ അങ്ങയുടെ മക്കളുടെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കൃപ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ആമേൻ, ഞങ്ങളുടെ മേലും അതേ ദൈവമഹത്വം, ആമേൻ, സ്തോത്രം. വചനം പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ മഹത്വം, ആമേൻ, വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിലും ഞങ്ങൾ കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവേ, ആമേൻ, ആ മഹത്വം നമ്മുടെ മേൽ